ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിപിൻ, ഗ്രാഫിക് ഡിസൈനറാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കോറൽ ഡ്രോയിൽ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് ഉണ്ടാകുന്നൊരു ഇഷ്യൂ. നിങ്ങൾ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടാവും. കോറൽ ഡ്രോയിൽ ഇൻസേർട്ട് പേജ് നമ്പർ കൊടുക്കാൻ നേരത്ത് ആ പേജ് നമ്പർ വിസിബിൾ ആകാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഞാനിവിടെ ഒരു ഡോക്യുമെൻറ്റിൽ 12 പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ബ്ലാക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആർട്ട് വർക്കായിട്ട് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ഇവിടെ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ലെയറാണ് ഉള്ളത്. അപ്പോൾ മറ്റുള്ള ഒരു ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ കുറേ ലെയറുകൾ അതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെന്ന് ഒബ്ജക്റ്റിലേക്ക് പോയി, ലേഔട്ടിൽ പോയി, ഇൻസെർട്ട് പേജ് നമ്പർ എടുത്തു, ഓൺ ഓൾ പേജസ്. ഇവിടെ ഓൺ ആക്റ്റീവ് ലെയർ ഉണ്ട്, ഓൺ ഓൾ പേജസ് ഉണ്ട്, പിന്നെ ഓഡ് പേജസ് ഉണ്ട്, ഈവൻ പേജസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്ന പേജ് നമ്പർ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത്, ഇൻസെർട്ട് പേജ് നമ്പർ എടുക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് പേജ് നമ്പർ വിസിബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൺ ഓൾ പേജസ് കൊടുത്തു. എല്ലാ പേജിലും നമുക്ക് നമ്പർ തന്നെ. അപ്പോൾ ഞാനത് കൊടുത്തു, അപ്ലൈ ചെയ്തു. ഇവിടെ അത് വന്നിട്ടുണ്ട്. സെലക്ഷൻ ഇവിടെ വീണേക്കണ കാണാം. ഇതുണ്ട്, ഇത് 12 വന്നു പക്ഷെ അവിടെ കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം ഇത് ഈ ലെയറിൻ്റെ പുറകിലാണ് വന്ന് വീണിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ലെയർ ഒന്ന്, രണ്ടാമത്തെ ലെയർ. അപ്പോൾ നിങ്ങളുടെ ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ അത് വരുന്ന മാക്സിമം പല ലെയർ കുറേ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്കിലാണ് പോയി വീണേക്കുന്നത്. ഇനി നമുക്ക് ഈ സാധനത്തിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് ബട്ടൺ കൊടുത്തിട്ട് നമ്മളത് നോർമലി ഓർഡറിൽ പോകും. പക്ഷേ ഓർഡറിൽ ഈ പറഞ്ഞ ഇത്രയും ഓപ്ഷൻസ് ഓഫാണ്. ഇനിയുള്ളത് ഇൻ ഫ്രണ്ട് ഓഫ് കൊടുത്തിട്ട് നമ്മൾ ഈ പേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരില്ല. ഒന്നുകൂടി നോക്കാം. നമുക്ക് ഓർഡർ എടുത്തിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് കൊടുത്തു, വന്നു 12ാമത്തെ പേജ് വന്നു. പക്ഷേ ബാക്കിയുള്ള പേജിലൊന്നും ആ സാധനമൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ അൺഡു ചെയ്യണം ഞാൻ. ഇപ്പോൾ ഇവിടെ പേജ് നമ്പർ 5 എന്താണെന്ന് നോക്കാം. വന്നുള്ള. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടി നമ്മൾ ഇൻസെർട്ട് ചെയ്യണം പേജ് നമ്പർ. ഇവിടെ പേജ് നമ്പർ നിലവിലൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റിൽ പോയിട്ട് ലേഔട്ടിൽ പോയിട്ട് ഇൻസെർട്ട് പേജ് നമ്പർ എടുത്ത് ഓൺ ഓൾ പേജസ് കൊടുത്തു. പേജ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വിസിബിൾ ആയിട്ട് നമ്മൾ കളർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വിസിബിൾ ആവുന്നില്ല. ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് നോക്കാം. ഇവിടെ 12 നമ്മൾ മൗസ് പിടിക്കാൻ നേരത്ത് ഇത് കാണുന്നുണ്ട്, പക്ഷെ വിട്ടു കഴിഞ്ഞാൽ കാണുന്നില്ല. അപ്പോൾ നമുക്കിനി ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, വയർ ഫ്രെയിം നോക്കി ആദ്യം പോയി നോക്കാം. വയർ ഫ്രെയിം എന്ന് പറയാൻ നിങ്ങൾക്കറിയാം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഒരു വയർ പോലെ സ്ട്രക്ചറായിട്ട് കാണാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഞാൻ വയർ ഫ്രെയിം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പേജിൽ ആ പേജ് നമ്പർ വന്നിട്ടുണ്ട്. സെക്കൻഡ് പേജ് നോക്കാം. സെക്കൻഡ് പേജിൽ ആ പേജ് നമ്പർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ പേജിലും ആ പേജ് നമ്പർ വന്നിട്ടുണ്ട്, പക്ഷേ അത് വിസിബിൾ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിനുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പോയിട്ട് വയർ ഫ്രെയിം മാറ്റിയിട്ട് എൻഹാൻസ്ഡ് ഇട്ടു. ഈ പേജ് നമ്പർ എടുത്തു. ഞാനതിന് നമ്മൾ ഈ വൈറ്റിലേക്കാണ് വെക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഈ വൈറ്റിൽ വെക്കണമെങ്കിൽ ഇതിൻ്റെ കളർ മാറണം. സോ ഞാനൊന്ന് റെഡ് കൊടുത്തു. പക്ഷേ റെഡ് ഇവിടെ ഇതായിട്ടില്ല. ഓക്കെ, ഇനി ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ പേജ് നമ്പർ ഇൻസെർട്ട് ചെയ്യാൻ നേരത്ത് ആ ലെയർ ചെന്ന് വീഴുന്നത് മാസ്റ്റർ പേജ് എന്ന് പറയുന്ന ആ ഒരു ഇതിലായിരിക്കുള്ളൂ, സെക്ഷനിലേക്കായിരിക്കും. അപ്പോൾ ഈ മാസ്റ്റർ പേജിൽ വീഴാൻ നേരത്ത് അത് നമ്മുടെ ഈ കോർണറിൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ താഴെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പേജ് നമ്പർ വിസിബിൾ ആകാത്തത്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഒബ്ജക്ട്സിൽ പോയിട്ട് ഒബ്ജക്ട്സ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയർ കാണാം. ഇവിടെ ലെയർ ഓപ്ഷൻസുകൾ കാണുന്നുണ്ട്. പിന്നെ മാസ്റ്റർ പേജ് എന്ന് പറഞ്ഞ പോർഷൻ ഇവിടെയാണ്. ഇവിടെ മാസ്റ്റർ പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ലെയർ ഇതാണ് നമ്മുടെ കോറലിൻ്റെ ഡെസ്ക്ടോപ്പ്. അതിൻ്റെ താഴെ ഈ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മുടെ ആർട്ടിസ്റ്റിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് ഇതിൻ്റെ പേജ് നമ്പർ ക്രിയേറ്റ് ആക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നേരെ ഈ ഡെസ്ക്ടോപ്പിൻ്റെ മുകളിൽ വന്ന് ക്രിയേറ്റ് ആവുന്നതാണ്. ആക്ച്വലി ഇത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു ബഗ്ഗിൻ്റെ ഒരു വിഷയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനു മുന്നേ കോറൽ ഡ്രോയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഈ കുറേ നാളുകൾക്ക് മുന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അത് ബഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ നമ്പറിനെ നമ്മൾ വിസിബിൾ ആക്കാൻ നോക്കണം. അപ്പോൾ ആദ്യം ചെയ്യുന്നതാണ് ഈ ലെയർ
ഇത് ലെയർ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക. അതായിട്ടുള്ള ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ പേജ് നമ്പർ കൂടി മാറ്റുന്നത് ശ്രദ്ധിച്ചോളാം. ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് നേരെ കണ്ടോ. അപ്പോൾ ആ ഒരു ബ്ലൂ ലൈൻ വന്നേക്കണല്ലോ, അത് ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലാണ് വന്നേക്കണം. ഞാൻ അവിടെ ആയിട്ട് പ്ലേസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഈ നമ്പർ വിസിബിളായി. ഞാൻ ഒന്നും കൂടി അണ്ടു കൊടുത്തിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ലെയർ, ഈ ലെയറിൻ്റെ അകത്താണ് നമ്മുടെ ഈ പേജ് നമ്പർ വന്നിരിക്കുന്നത്. ഇനി ഈ ലെയറിൽ പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് പോകുക. മുകളിലേക്ക് പോകുമ്പോൾ ആ ബ്ലൂ ലൈൻ കാണുന്നത് ആ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് കാണുന്നത്. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ കോറിലുള്ള ഡെസ്ക്ടോപ്പ്, മറ്റുള്ള ഏരിയ പേജിൻ്റെ അപ്പുറമുള്ള പേജ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഏരിയയാണ് ഡെസ്ക്ടോപ്പ് കോറിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ക്ലിക്ക് ചെയ്തു, ഇവിടെ നേരെ ഡ്രാഗ് ചെയ്തു വെച്ചു, മൗസ് കിട്ടു, പേജ് നമ്പർ വിസിബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പേജ് വെച്ച് നോക്കാം. രണ്ടാമത്തെ പേജ് വന്നു, മൂന്നാമത്തെ പേജ് വന്നു, നാലാമത്തെ പേജ് വന്നു, അഞ്ചാമത്തെ പേജ് വന്നു, 6, 7, 8, 9, 10, 11, 12. നമ്മൾ 12 പേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12 പേജിലും പേജ് നമ്പർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് നോർമലി ബാക്കിയുള്ള സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്താൽ മതിയാണ്. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ബോൾഡ് ഫോണ്ട് ഇട്ടു. അതിന് റെഡ് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പേജിലും ഈക്വലായിട്ട് ആ ഫോണ്ട് ചേഞ്ച് ആയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രോബ്ലം. അത് ശരിക്കും പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയില്ല എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണം എന്നുള്ളത്. മീൻസ് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാം. ചിലർക്ക് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ അവർ പറഞ്ഞു കൊടുക്കും ആ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ പേജ് നമ്പർ ഇൻസെർട്ട് ചെയ്യാൻ നേരത്ത് അത് നേരെ വന്ന് വീഴുന്നത് മാസ്റ്റർ പേജിലാണ്. മാസ്റ്റർ പേജിൽ ക്രിയേറ്റ് ആവുള്ളൂ. പക്ഷേ മാസ്റ്റർ പേജിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് നമ്മുടെ കോർണർ റോയിൽ നമ്മുടെ പേജ് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ കോർണർ റോയിൽ ഡെസ്ക്ടോപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ ഈ പറയുന്ന രീതി. അപ്പോൾ അത് ആ ഡെസ്ക്ടോപ്പിൻ്റെ താഴെ വന്ന് ഈ പേജ് നമ്പറിൻ്റെ ലെയർ വന്ന് വീഴാൻ നേരത്താണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ വർക്ക് ഓൾറെഡി റെഡിയാണ്, നമ്മൾ എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസെർട്ട് പേജ് നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ വിസിബിൾ ആവില്ല. വയർ ഫ്രെയിം എടുത്ത് നോക്കുക. വയർ ഫ്രെയിം ഞാൻ പറഞ്ഞ ഇവിടെ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ വയർ ഫ്രെയിം ഉണ്ട്. ഈ വയർ ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് ഹിഡൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വയർ ഫ്രെയിമിൻ്റെ അത് കാണാൻ കഴിയും. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ അതൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിവിടെ എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇത് ബ്ലാക്ക് ആണ്, അല്ല വേണ്ട, നമുക്ക് കളർ ഫില്ല് ചെയ്യാം. കളർ കളയാം നമുക്ക്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കളർ കളഞ്ഞ്, അത് ഇതൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചു. ഇത് നമ്മളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് കാണില്ല. അങ്ങനെ ചിലപ്പോൾ ഈ വർക്ക് ചെയ്യാൻ നേരത്തെ ചില സമയത്ത് ചില സാധനങ്ങൾ ഇടനായിട്ട് പോയി കിടക്കാം. അപ്പോൾ അത് നമുക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ വ്യൂവിൽ വയർ ഫ്രെയിമിൽ പോയി നോക്കി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു വയർ ഫ്രെയിം അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് വയർ ഫ്രെയിം. അപ്പോൾ നമ്മൾ പേജ് നമ്പർ ഇൻസെർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിസിബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരെ വയർ ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ വരെ കോറിൻ്റെ കോർ ക്ലോസ് ആയിപ്പോയി, അത് ഹാങ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അത്രയും ഓക്കെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ വയർ ഫ്രെയിമിൽ പോവുക, പേജ് നമ്പർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ പേജിൽ പോയിട്ട് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് മാതിരി ആ ലെയർ നേരെ ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലേക്ക് വന്നെന്ന് അറിയാനായിട്ട് അവിടെ ഒരു ബ്ലൂ ലൈൻ വന്നു, അത് കണ്ടായിരുന്നു. അപ്പോൾ ആ ലൈൻ കഴിഞ്ഞിട്ട് നേരെ ആ മൗസിൽ നിന്ന് വിട്ടേക്കുക. അപ്പോൾ ആ പോർഷൻ നേരെ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പേജ് നമ്പർ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ചിലർ മാനുവലായിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 40-50 പേജൊക്കെ ഉണ്ടെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പോട്ടെ, 40-50 പേജ് ഒക്കെ ഇരുന്നാൽ നമുക്ക് ചെയ്യാം. ഒരു 150 പേജൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 150 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ, അതിനാവശ്യമില്ല. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു മാഗസിനോ നിങ്ങൾ പേജ് നമ്പർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്യും. ഇത് എല്ലാ വെർഷനിലും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഞാനിവിടെ കോർ 24 ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ താഴെയുള്ള വെർഷനിലും ഇതേ പ്രോബ്ലംസ് തന്നെയാണ് വരുന്നത്. ഒരു ബഗ്ഗായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി വരുന്ന അപ്ഡേഷനിൽ കോറൽ ഡ്രോ ഇനി ഇതിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ, ശരിക്കും പറഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഇൻസെർട്ട് പേജ് നമ്പർ കൊടുക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി അത് വിസിബിളായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇനി വരും ടൈമിൽ ചിലപ്പോൾ അപ്ഡേഷനുകളിൽ ചിലപ്പോൾ കോറൽ ഡ്രോ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്തെങ്കിലും
കണ്ടിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലാണ്ട് പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇതറിയാൻ പാടാത്ത മറ്റുള്ളവരും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.